കോൺഗ്രസിനെതിരായ സഖ്യകക്ഷികളുടെ കടുത്ത അതിർത്തിക്കിടെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഡൽഹിയിൽ. യോഗത്തിൽ പങ്കെടുക്കാതെ DMK. അതേസമയം മമതാ ബാനർജി പങ്കെടുക്കുന്നുണ്ടെങ്കിലും തൃണമൂൽ MP മാർ പാർട്ടി വിട്ടു നിൽക്കുന്നത് കനത്ത തിരിച്ചടിയാണ്. വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചേരിയാണ്. ദിലീപ്, ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് ചേരുന്നു. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം DMK ഇന്ത്യ മുന്നണിയിൽ പങ്കെടുക്കുന്നില്ല, അവർ ഇനി ഇന്ത്യ സഖ്യത്തിനൊപ്പം ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലനിൽപ്പിനായി ഒരു കച്ചിത്തുരുമ്പെന്ന വണ്ണം മമതാ ബാനർജി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ സജീവമായി വരുന്നുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഏറെ രൂക്ഷവുമാണല്ലോ. കൂടുതൽ വിവരങ്ങൾ ദിലീപ്. വിനോദ് സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം കുറെ നാളിന് ശേഷമാണ് ഇന്ന് യോഗം ചേർന്ന്. യോഗം അവസാനിച്ച ശേഷം നേതാക്കൾ എല്ലാവരും മടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം DMK പങ്കെടുത്തില്ല. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു ഘടകകക്ഷിയായിരുന്നു ഈ DMK പങ്കെടുക്കാത്തത് എന്തായാലും ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയത്തിന്റെ ഭാഗം അല്ലെങ്കിൽ വലിയൊരു വിടവ് തന്നെയാണ് അതുണ്ടാകുന്നത്. തൃണമൂൽ കോൺഗ്രസ് എത്തിയെങ്കിൽ പോലും, അതായത് തൃണമൂൽ കോൺഗ്രസ് ആദ്യമായിട്ടാണ് ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യ സഖ്യത്തിനൊപ്പം തൃണമൂൽ കോൺഗ്രസ് നിന്നെങ്കിൽ പോലും അത്രത്തോളം DMKയോട് അത്രത്തോളം ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല നിലവിൽ. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തോടൊപ്പം നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മമതാ ബാനർജിക്ക് സഹായകമാകും. ഒരിക്കലും ഇന്ത്യ സഖ്യത്തിന് ഒരിക്കലും സഹായകമാകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ തൃണമൂൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഇന്നും തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു രാജ്യസഭ MP ഇന്ന് രാജി നൽകിയിരുന്നു. സുഖേന്ദു ശേഖർ റായാണ് തൃണമൂൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനകീയനായിരുന്ന ഒരു നേതാവാണ് ഇന്ന് രാജ്യസഭ MP സ്ഥാനവും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വ സ്ഥാനം രാജിവെച്ചത്. സ്വാഭാവികമായിട്ടും തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്നത്. അത് തൃണമൂൽ കോൺഗ്രസിന് എത്രത്തോളം ശക്തി ചെലുത്താൻ സാധിക്കുമെന്നതാണ് ഇനി അറിയേണ്ടതും. എന്തായാലും ഇന്ത്യ സഖ്യം ഇന്ന് 25ഓളം പാർട്ടി ഞങ്ങളുടെ യോഗത്തിന് പങ്കെടുത്തു എന്നടക്കമുള്ള കാര്യമാണ് ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ വ്യക്തമാക്കിയത്. പക്ഷേ അതേസമയം അവരുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ CPM, അതായത് സ്വാഭാവികമായിട്ടും ED റെയ്ഡുമായി ബന്ധപ്പെട്ട് CPM ആദ്യം മുതൽക്കേ തന്നെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് കാണിച്ചത്. ഇന്ന് രാവിലെ ഈ ഇന്ത്യ സഖ്യം യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ ജോൺ ബ്രിട്ടാസ് MP മാധ്യമങ്ങൾ പ്രതികരിച്ചത് പോലും ഇങ്ങനെയാണ്: ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തും. പ്രത്യേകിച്ച് രാഹുലും അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ, അതായത് എന്തുകൊണ്ട് ED റെയ്ഡ് പിണറായി വിജയന്റെ വീട്ടിൽ നടത്തുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നു. പക്ഷേ പ്രാദേശിക, അതായത് സംസ്ഥാനത്തെ നേതാക്കൾ അത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ദേശീയ നേതാക്കൾ തന്നെ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരാതി രൂപേണ CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ തന്നെ ഈ നേതാക്കളെ, ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെ അറിയിച്ചിരുന്നു. ആ ഒരു വിഷയം ഇന്ന് ചർച്ച ചെയ്യുമെന്നാണ് ജോൺ ബ്രിട്ടാസ് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ആ വിഷയം ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്തു എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും CPMഉം ഇപ്പോൾ ഇഴഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിന്റെ ആ ഒരു ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഈ ഒരു യോഗത്തിന് ശേഷം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം അഖിലേഷ് യാദവിന്റെയും അതോടൊപ്പം തന്നെ ചെറു രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്നത്. എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ യോഗ നടപടികൾ പൂർത്തിയായതിനു ശേഷം എല്ലാ നേതാക്കളും മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും നിലവിൽ അവർ പറയുന്ന വളരെ ശക്തമായ രീതിയിലുള്ള ഒരു യോഗമായിരുന്നു. ഒരുപാട് ഇന്ത്യ സഖ്യം കുറച്ചും കൂടി ശക്തി ആർജിച്ചെന്ന് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി വലിയ രീതിയിൽ കുറഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു യോഗത്തിന് ശേഷം മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അതേസമയം DMK അടക്കമുള്ളവർ പങ്കെടുക്കാത്തതും, അതോടെ തന്നെ DMK ഒരിക്കലും ഈ ഒരു ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കില്ല എന്നൊരു ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് DMK നേതാവ് തന്നെ പറഞ്ഞത് ഒരിക്കലും കോൺഗ്രസിനെ വിശ്വസിക്കരുത് എന്നടക്കമുള്ള രീതിയിലുള്ള പരസ്യ പ്രതികരണം നടത്താൻ തയ്യാറായിരുന്നു. ഇനി അറിയേണ്ടത് TVK ഈ ഒരു ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. TVK എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും നിലവിൽ നടത്തിയിട്ടില്ല. എന്തായാലും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിനൊപ്പം TVK നിൽക്കാൻ സാധിക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ശിവസേനയും അതോടൊപ്പം തന്നെ JMMഉം ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് ഈ ഒരു ഇന്ത്യ സഖ്യത്തിനൊപ്പം ഇല്ലായിരുന്നു. അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇന്നത്തെ യോഗത്തിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വിനോദ്, വളരെ വ്യക്തമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് ചേർന്നെങ്കിലും വളരെ പ്രധാനപ്പെട്ട കക്ഷികൾ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു. കോൺഗ്രസിനോടുള്ള എതിർപ്പ് മൂലം DMK ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കുന്നുവെങ്കിലും അവരുടെ പാർട്ടിക്കുള്ളിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ദിലീപ് കുറ്റിച്ചൽ.